ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കേരളത്തിലെ ജനതയിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം ഏറ്റവും കൂടുതൽ അവരുടെ വയർ നിറയ്ക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന ഇടമാണ് റേഷൻ കടകൾ. റേഷൻ കടകളിലേക്ക് പലപ്പോഴും ചെല്ലുമ്പോൾ ആവശ്യത്തിന് സ്റ്റോക്കില്ല, അല്ലെങ്കിൽ മെഷീൻ തകരാറാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ കേട്ട് പലപ്പോഴും പലർക്കും തിരിഞ്ഞു പോകേണ്ടി വരുന്നൊരവസ്ഥയുമുണ്ട്. അതിനിടയിലാണ് റേഷൻ കടയിലെ റേഷൻ കാർഡ് അത് എൻ്റേത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടേത് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക, അതിനുവേണ്ടി റേഷൻ കടയിലേക്ക് ആധാർ കാർഡുമായിട്ട് വരിക, മസ്റ്ററിംഗ് നടത്തണം എന്ന് പറയുന്നത്. ഇന്നായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസം. പക്ഷേ തലസ്ഥാനത്ത് തിരുവനന്തപുരം നഗരത്തിൽ പല റേഷൻ കടകളിലും മസ്റ്ററിംഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് സെർവറിനെ തകരാറിലാക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശദീകരണം. വിഷ്ണു കരുണാകരൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. റേഷൻ കടകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു? വൈകിട്ട് 6:15 മുതലാണ് ഈ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നത്. എന്നാൽ ഏകദേശം 45 മിനിറ്റോളം മസ്റ്ററിംഗ് തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം 7 മണിയോടെ ഈ പ്രശ്നം പരിഹരിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന തിരക്കിനേക്കാൾ കൂടുതൽ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാൻ വൈകിട്ടോടെ എത്തിയതാണ് ഇതിന് കാരണമെന്നാണ് റേഷൻ കട വ്യാപാരികൾ അറിയിച്ചത്. ഏതായാലും 7 മണിയോടെ മസ്റ്ററിംഗ് പ്രശ്നങ്ങൾ പലയിടത്തും പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ കൂട്ടത്തോടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ മസ്റ്ററിംഗ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നാളെ പകൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. നാളെ കഴിഞ്ഞാൽ ഇനി ശനി ഞായർ ദിവസങ്ങളിൽ റേഷൻ കടയിൽ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. അതിനുശേഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളോടെ തന്നെ ഏകദേശം ആ 2 ദിവസങ്ങളോടെ തന്നെ 24-ാം തീയതിയോടെ തന്നെ ഈ മസ്റ്ററിംഗ് അവസാനിക്കുന്നതാണ്. എന്നാൽ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ നേരത്തെ മന്ത്രി GR അനിൽ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് എത്തിയിരുന്നത്. എന്നാൽ കൂട്ടത്തോടെ ആളുകൾ ഒന്നിച്ചെത്തുമ്പോൾ അത് വലിയ തിരിച്ചടിയാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. രാവിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് 6:15 മുതൽ ഏകദേശം 7 മണിയോടെയാണ് മസ്റ്ററിംഗ് പ്രശ്നം മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ക്രമേണ പരിഹരിച്ചു വരുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നാളെയും രാവിലെയും മസ്റ്ററിംഗ് പുനരാരംഭിക്കും. ഏതായാലും ഇത് നടത്താൻ സാധിക്കാത്തവർക്ക് വളരെ റേഷൻ കട അടക്കമുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം സ്കൂളുകളിലും അംഗൻവാടികളിലും എത്തി മസ്റ്ററിംഗ് നടത്താനായി സാധിക്കുമെന്നാണ് അറിയുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായി നടത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. ഈ മസ്റ്ററിംഗ് നടത്താത്ത പക്ഷം ഈ ഒരു മാസം അവസാനത്തോടെ മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ അരി വിതരണം മുടങ്ങുമെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തോടെ എടുത്ത് വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പുരോഗമിക്കുന്നത്. ഏതായാലും നിലവിലെ പ്രതിസന്ധി പരിഹരിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതെ, ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആരെങ്കിലും മസ്റ്ററിംഗ് വലിയ പ്രതിസന്ധിയാണ്, അവിടെ പോയിട്ട് കാര്യമില്ല എന്നൊന്നും വിചാരിക്കരുത്. മസ്റ്ററിംഗ് പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.